ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ കണ്ടു. എന്ന് വെച്ചാൽ ജിമ്മുകളിലൊക്കെ സ്റ്റിറോയിഡ്സിൻ്റെ പരിശോധന വ്യാപകമാക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത ഞാൻ കണ്ടു. ജിമ്മുകളിലൊക്കെ പരിശോധന നടത്തും, ആരോഗ്യവകുപ്പ് അതുകൊണ്ടൊക്കെ തന്നെ പോലീസുകാരൊക്കെ പരിശോധന നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. ഫ്രണ്ട്സ്, സത്യത്തിലത് കണ്ട് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മനുഷ്യനെ കൊല്ലുന്ന, യുവതലമുറയെ കൊല്ലുന്ന കണക്കുള്ള ഒരു രീതിയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പണ്ടത്തെ കാലത്തെ ഫിറ്റ്നസ് സെൻ്ററുകൾ കണക്കല്ല ഇപ്പോഴത്തെ ഫിറ്റ്നസ് സെൻ്ററുകളെന്ന് പറയുന്നത്. ഇപ്പം ഒരു ആൾ ജിമ്മിലോട്ട് ചെല്ലുന്ന സമയത്ത്, ഒരു കുട്ടി ജിമ്മിലോട്ട് ചെല്ലുന്ന സമയത്ത് അവരെ ആദ്യം തൊട്ട് തന്നെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യിപ്പിക്കുന്ന ചില ജിമ്മുകൾ ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അപ്പോൾ എന്ന് പറയുന്നത് അവരുടെയൊക്കെ പറയും, നിൻ്റെ ബോഡി ഇങ്ങനെയാണ്, അപ്പം ഇത് കണക്ക് നിൻ്റെ ബോഡിയെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റും, അതിന് ഇന്ന സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്, ഒരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വളരെ നാശകരമായിട്ടുള്ള, നമ്മുടെ യുവതലമുറയെ നാശമാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിതാക്കളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവർ ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ്സാണ് ഇപ്പോൾ ഇത്. ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിരുന്നിട്ട് വളരെയധികം ചീത്ത വിളിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ സാരമില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനും കുറേ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളെയൊന്നും ചെറുതായിട്ട് നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഈ വിപണികളിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഈ സാധനങ്ങൾ എത്രത്തോളം മാരകമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺസ് ലെവൽ, നമ്മുടെ ടെസ്റ്റോസ്റ്ററോണൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത തരത്തിലോട്ട് നമ്മുടെ മസിൽസിനെയൊക്കെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന് പലവിധ പാർശ്വഫലങ്ങളുണ്ട്. ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മുടെ മസിൽ ബിൽഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത്തരം ഡ്രഗ്സുകൾ നമ്മുടെ പുറമേയുള്ള മസിലുകൾ മാത്രമല്ല, നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മസിലാണ്. നമ്മുടെ ശരീരം വളരുന്നതിനോടൊപ്പം തന്നെ, നമ്മുടെ മസിൽസ് വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ വലുപ്പവും വർദ്ധിപ്പിക്കാൻ തുടങ്ങും പതുക്കെ. അതിനൊക്കെ തന്നെ നമ്മുടെ കരൾ, നമ്മുടെ കിഡ്നി, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡാമേജ് ആക്കാൻ വളരെ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. നമ്മുടെ ചെറുപ്പക്കാർ വിചാരിക്കുന്ന എന്താണ്, കാരണം ജിമ്മിൽ പോയിട്ട് കുറച്ച് ഡ്രഗ്സുകളൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെയാണ് വിചാരം. പക്ഷേ സത്യത്തിൽ മണ്ടന്മാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കേട്ടുകൊണ്ട് ഈ കുത്തിവെക്കുന്ന ഒരു മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്സ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു 1980 കാലഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പം നമ്മുടെ ഈ അർണോൾഡ് ഷ്വാർസ്നെഗറൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞു. കാരണം ബോഡി ബിൽഡിങ്ങിൻ്റെ അവസാനത്തെ പദമായിരുന്നു പുള്ളിയായിരുന്നു. പക്ഷേ അന്നൊക്കെ എന്ന് പറയുന്ന സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ഒന്നും വ്യാപകമല്ലായിരുന്നു. അവരുടെയൊക്കെ ഒരു ബോഡി ഷേപ്പ് കാണുമ്പോൾ നമുക്കറിയാം. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ, ബോഡി ബിൽഡിംഗ് ഫീൽഡ് നമ്മളെടുത്ത് നോക്കുമ്പോൾ, ആ മിസ്റ്റർ ഒളിമ്പിയ മത്സരങ്ങളൊക്കെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ പങ്കെടുത്തിട്ടുള്ള വിന്നറായിട്ടുള്ള ആൾക്കാർ, ഇവൻ റോണി കോൾമാൻ, ബിൽ ഹിത്ത്, അതിനൊക്കെ തന്നെ ജെ കട്ട്ലർ, അതിനൊക്കെ ഒരുപാട് ആൾക്കാർ, മറ്റേ ബ്ലഡ് ആൻഡ് ഗ്ലൂട്ടിൻ്റെ മറ്റേ ഡോറിയൻ ഏറ്റ്സ്, അതിനൊക്കെ ഇപ്പോഴത്തെ മിസ്റ്റർ ഒളിമ്പിയ സാംസൻ്റെ കൂടെ, ഇവരുടെയൊക്കെ ബോഡി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ശരീരത്തിലെ മസിൽസിൻ്റെയൊക്കെ സൈസ്. കാരണം അർണോൾഡിൻ്റെയൊക്കെ ഒരു സൈസ് നമ്മളെടുത്ത് നോക്കണം, ഇപ്പോൾ ഉള്ള ബോഡി ബിൽഡേഴ്സിൻ്റെ മസിൽസിൻ്റെ സൈസ്, അവരുടെ മസിൽസിൻ്റെ സൈസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കാരണം അവരുടെ വയറ്റിൽ നോക്കി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു ഗൗട്ട്. കാരണം വെച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം. ഓക്കെ, അപ്പോൾ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം നമ്മളെ കൊല്ലും. സ്ലോ പോയിസണാണ് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് അവസാനം ഒരു അഡിക്ഷനായിട്ട് മാറും. കാരണം നമ്മൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ച്
ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള മസിൽസൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ എല്ലാവരും നമ്മളെ കാണുന്നുണ്ട്, ഓ ഭയങ്കര മസിൽ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു പ്രോത്സാഹനമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഉപയോഗിക്കും, എന്നിട്ട് വർക്കൗട്ട് ചെയ്യും. മനസ്സിലായില്ലേ? വർക്കൗട്ട് ചെയ്യും. അവസാനം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും വേണ്ട, ഇതിൻ്റെ ഉപയോഗം കുറച്ചാൾ നിർത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് നിർത്തുമ്പം ഈ ബൾക്കായിട്ട് ഈ വല്ലാത്ത രീതിയിൽ പൊങ്ങി വന്ന ഈ മസിൽസ് പതുക്കെ ചൊട്ടാൻ തുടങ്ങും. അതിൻ്റെ ആ സ്റ്റെറോയിഡ്സിൻ്റെ പ്രവർത്തനം മാറുമ്പം മസിൽസ് പതുക്കെ മാറിയിട്ട് ശരീരം ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് മാനസികമായിട്ട് ഒരു ഡിപ്രഷൻ ഉണ്ടാകും. അയ്യോ എൻ്റെ ബോഡി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ പിന്നെയും ഈ സാധനം യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം പിന്നെ നമുക്ക് സൈസ് വെക്കാനായിട്ട് നമ്മളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു അഡിക്ഷനാണ്, ഒരു സ്ലോ പോയിസണാണ്. നമ്മൾ വളരെ പതുക്കെ കൊന്ന് തെള്ളുന്ന ഒരു സ്ലോ പോയിസൺ, മദ്യം മയക്കമരുന്നൊക്കെ പോലെയുള്ള ഒരു സ്ലോ പോയിസൺ. യുവതലമുറയിൽപ്പെട്ട എൻ്റെ കുഞ്ഞ് അനിയന്മാരോട് എനിക്ക് പറയാം, നിങ്ങളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ജിമ്മിൽ പോകരുത്. നിങ്ങൾ അന്നേരം തന്നെ അവിടെ നിന്ന് സ്ഥലം കാര്യമായിക്കോണം. കാരണം നിങ്ങൾ നാശത്തിലോട്ടാണ് നിങ്ങളെ അവർ നയിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. അതിനൊക്കെ രക്ഷിതാക്കളും പരമാവധി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജിമ്മിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരിങ്ങനെയുള്ള ചതിക്കുഴികളിലൊക്കെ ഞാൻ എല്ലാ ജിമ്മുകളെയല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ ജിമ്മിൽ പോകുന്ന ആളാണ്, ജിമ്മിൽ പോയിട്ടുള്ള ആളാണ്. എല്ലാ ജിമ്മുകളെല്ലാം ഞാൻ പറയുന്നത്. എന്നാലും ഒരു 65% ജിമ്മുകളിലും ഈ പ്രവണതയുണ്ട്. ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ എൻഹാൻസിങ് ഡ്രഗ്സുകൾ അവർക്ക് കൊടുക്കുന്നു. സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ദോഷകരമായിട്ടുള്ള സപ്ലിമെൻറ്റ്സുകളൊക്കെ കൊടുത്ത് അവരുടെ ബോഡിയെ കൊല്ലുന്ന ഒരു പ്രവണത. അതുകൊണ്ട് സത്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുമ്പം നമ്മളെ വല്ലാത്ത രീതിയിൽ ചീത്ത വിളിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ നമുക്ക് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരുന്നത് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകൾ, നാച്ചുറൽ ഫുഡ്സ്, ഇത് മാത്രമാണ്. കാരണം നമുക്ക് എന്തിനാണ് വലിയ ആനാണക്കുള്ള മസിൽസ്? നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആരോഗ്യമാണ് വേണ്ടുന്നത്. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഈ കുറേ മസിൽസ് നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രയോജനം? ആൾക്കാർ ആദ്യമൊക്കെ കാണുന്നുണ്ട്, അവൻ്റെ മസിലുണ്ടോ. ഇത് മാത്രമാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അല്ലാതെ എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? ഇത് കാണുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റ്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം? അതും കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു ഗുണവുമില്ല. കുറച്ചാൾ കഴിയുമ്പം രോഗിയായിട്ട് വല്ല കട്ടിലേലും കിടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്നേക്കായിട്ട് ഇല്ലാതെ പോകാം. നിങ്ങൾക്കറിയാം റിച്ച് പിയാന എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബോഡി ബിൽഡർ, അദ്ദേഹത്തിൻ്റെയൊക്കെ മരണം, അദ്ദേഹത്തിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഹൃദയത്തിൻ്റെയൊക്കെ വളർച്ച എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടേഴ്സ് പോലും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അത്രത്തോളം വലിപ്പം ഉണ്ടാകുന്നതാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളോടെ നിങ്ങൾ പോകാൻ, നിങ്ങൾ നാച്ചുറലായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്ത് നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിച്ച് നിങ്ങളുടെ ബോഡിയെ നിങ്ങളുടെ ജെനറ്റിക്സ് അറിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് രൂപപ്പെടുത്തി വെക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പുറകിൽ പോകരുത്. കാരണം അതിപ്രശസ്തരായിട്ടുള്ള എല്ലാ ബോഡി ബിൽഡേഴ്സും അവർ പിന്നെ വന്നിരുന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ പറഞ്ഞ റോണി കോൾമാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യൂ, അല്പം നിങ്ങൾ സപ്ലിമെൻറ്റ്സ്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എന്തെങ്കിലും കഴിക്കും. പക്ഷേ ഇങ്ങനെയുള്ള അതിഭീകരമായിട്ടുള്ള സ്റ്റെറോയിഡ്സ്, ആളെ കൊല്ലുന്ന നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന സ്റ്റെറോയിഡ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്ന് മിക്കവാറും നല്ല പ്രശസ്തരായിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, താൽക്കാലികമായിട്ടുള്ള ഒരു മസിൽ ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറത്ത് പേരിൽ നിങ്ങളുടെ ശരീരത്തെ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നമ്മളെ ചാനൽ അപ്പം മുമ്പോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ.